കേസ് ഒരു ഫാമിലി വന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം പേഷ്യൻസിനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞ കേസ് ഉണ്ടായിരുന്നു. കാരണം സമാനമായിട്ടല്ലെങ്കിൽ കൂടെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിരുന്നു. കേസ് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ഒരു ഫാമിലി ആയിട്ടാണ് വന്നത്. അവർ വന്നത് മകളുടെ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു 5 മെമ്പേഴ്സാണ്. അവരുടെ മകളുടെ ഒരു അസുഖമായിട്ടാണ് വന്നത്. പക്ഷേ ആ പറഞ്ഞ സമയത്ത് തന്നെ ആ മകള് ഇപ്പം ഫാദറിനെയും മദറിനെയും നന്നായിട്ട് ഒപ്പോസ് ചെയ്യാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഫാദർ പറഞ്ഞു, അടുത്ത കാലത്തായിട്ട് മോളിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ടീനേജ് അല്ലേ, അതുകൊണ്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ചപ്പോൾ തന്നെ പിന്നീട് നേരെ അത്രയും വയലൻ്റായ കുട്ടി പിന്നീട് നേരെ സങ്കടത്തോടുകൂടി കരയാണ്. ഞാനത് പാരൻസിനെ പുറത്ത് നിർത്തി കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെ പറയാണ്, ഓരോരോ പ്രശ്നങ്ങൾ പറയാണ്. എന്നെ അവർ കെയർ ചെയ്യണില്ല, പിന്നെ എനിക്കിന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ റീസൺസ് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. ഇതിൻ്റെ സമാനമായിട്ടുള്ള അവസ്ഥ ഇതിന് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ മകളായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. സ്കൂൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെയുള്ള കുട്ടികൾ പിന്നെ മകളെ അവോയ്ഡ് ചെയ്തു. പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ചെറിയ നമ്പേഴ്സ് കുറവുള്ള കുട്ടികളുടെ സ്കൂളാണ്. അപ്പം ബാക്കിയുള്ള പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ സങ്കടമായിട്ട് വന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ. ഞാൻ പറഞ്ഞു അവങ്ങളോട് കുഴപ്പമില്ല, കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഇനിയും വരും. അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യത്തിനും സിമ്പിളാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ വിജയിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഭയങ്കര ഹാപ്പിയാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് മാറിക്കൊണ്ട് നിൽക്കണം എന്നുള്ള മനസ്സിലാക്കി കൊടുത്തോടുകൂടി കുട്ടി ഹാപ്പിയായി. പക്ഷേ ഇതിൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞതിന് മുമ്പ് ഇപ്പം അവർ പറഞ്ഞിരുന്നു, ഞാൻ ഇതിന് മുമ്പ് ഈ വിഷയം പറഞ്ഞിരുന്നു, അപ്പോൾ ആ സമയത്ത് അത്ര പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. അപ്പം നമ്മുടെ മക്കളുടെ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഗുരുതരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ പറയാൻ കാരണം ഈ ഒരു പാരൻസ് അപ്പോൾ ഇത് അവർ വളരെ സങ്കടത്തോടുകൂടിയാണ് പിന്നെ ഡോക്ടർ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മൂത്ത കുട്ടി ഈ പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, തൊട്ടടുത്തുള്ള ആളത്തിനാണ്, അവന് ഏജ് വരുന്നത് 9 ആണ്, ഏകദേശം 9, ഇവക്ക് വരുന്നത് 13 ആണ്. അപ്പം 4 വയസ്സ് ഏജ് ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ യാഥാർത്ഥ്യം അവരോട് പറഞ്ഞു കൊടുത്തു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുട്ടിയെ നിങ്ങൾ സിംഗിളായി നിൽക്കുന്ന സമയത്ത്, മോള് സിംഗിളായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവളെ ഓവർ കെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും അവൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അവരോട് പറഞ്ഞു, ഞാൻ ഡോക്ടർ ഇപ്പോഴും എൻ്റെ ഈ ആൺകുട്ടികൾക്ക് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്ന അവൾക്കാണ്. എന്നിട്ട് പോലും അവളിങ്ങനെ പറയുമ്പോൾ പിതാവും ആ പാരൻറ്റും കരയാണ്, മദറും കരയാണ്. അത് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, അതല്ല ഇഷ്യൂ. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവൾക്ക് വേണ്ടി ചിലവഴിച്ചത്, കാരണം ചെറിയ കുട്ടിക്ക് വേണ്ടി അവളെ തൊട്ട ശേഷം വന്ന ആൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചത് അവൾ നേരിട്ട് കാണുകയാണ്. അല്ലെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളിൽ പോലും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണ്, ഈ കുട്ടി ചെറുതാണ്. പക്ഷെ അവൾ മൂത്തവളെന്താ വിചാരിക്കുക, എന്നെ ഇഷ്ടമില്ലായിട്ട് അല്ലെ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കൂടുതൽ കെയറിങ് അവർക്ക് കിട്ടുകയെന്നാണ്. അപ്പം അത് അത്രയും ഷൗട്ട് ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാരൻറ്റിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്ത് വെക്കുക. അപ്പോൾ വിശദമായിട്ട് സംസാരിച്ചുകൊണ്ട് ഓരോരോ ചെറിയ ഇഷ്യൂ പോലും മകള് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരെ പറഞ്ഞെടുത്തപ്പോൾ അവർ കുറേ കരകി ഡോക്ടർ കൗൺസിലിങ്ങിന് പോകണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കൗൺസിലിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല, അവരായിട്ട് സംസാരിക്കുക ആദ്യം. എന്നിട്ട് സംസാരിച്ചതിന് ശേഷം അവളെ കൺസിഡർ ചെയ്യാം. അവളെ കൺസിഡർ ചെയ്യുന്നതിന് തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്താവും, അവൾ നിങ്ങളായിട്ട് ഓപ്പൺ ആവും, നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ചസ് വരും. അപ്പോൾ അതിന് ശേഷം അവർ കണ്ട സമയത്ത് എന്താണ്, അവർ ഫുൾ ഹാപ്പിയാണ്, മകളും വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. കാരണം എന്താണ്, അവരാ പ്രശ്നം അത് ഇതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ സോഷ്യൽ മീഡിയയാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ റീൽസ് കുട്ടികളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ്. ചില സ്ഥലങ്ങളിലും നമുക്ക് പല ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്താണ്, ഇപ്പം ആപ്പിളിൻ്റെ സ്ഥാപകനായ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെതും ആൾക്കാർക്ക് എന്താ പറയുക, എൻ്റെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അനുവദിക്കില്ല എന്ന് പറയും.
ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ആ സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൊടുക്കുന്നത്. ഈ റീൽസ് കാണിക്കുന്ന ഓവർ കെയറിങ് പാരൻറ്റ്, അതായത് കുട്ടികളെ റീൽസ് എടുക്കാൻ വേണ്ടി ടെമ്പററി ആയിട്ട് ഒരു 1 മിനിറ്റ് താഴെയുള്ള റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓവർ കെയർ ചെയ്യുമ്പം അവർ മനസ്സിലാക്കുന്നത് ഇതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളതാണ്. മകളെ ഇങ്ങനെ എടുത്ത് എഴുന്നേൽപ്പിക്കുന്ന, അല്ല മകളെ ഇന്ന കാര്യങ്ങൾ പറയുന്ന. അപ്പോൾ അവർ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഫുള്ള് ഇത്രയും വളരെ മോശമായിട്ടല്ല റഫായിട്ട് പെരുമാറുന്ന പാരൻസാണ് ആ റീൽസിൽ അങ്ങനെയാണ്, അല്ല എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള ധാരണ അവർക്ക് കിട്ടുകയാണ്. അപ്പം അതിന് പകരമായിക്കൊണ്ട് നമ്മൾ ബിസിയുള്ള ആൾക്കാരായിരിക്കും എന്ത് ചെയ്യണം, അവരെയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഇത് കേവലം ഒരു അസുഖത്തിൽ നിന്നല്ല, ഒരു ബിഹേവിയർ ചേഞ്ചസ് വരികയാണ്. ഇത് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. എനിക്കറിയുന്ന വേറൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിവിയറായിട്ട് പോലും സ്വന്തം മാതാവിനെ കുറച്ച് കഴിഞ്ഞിട്ട് പോലും അവർ അംഗീകരിക്കാൻ പറ്റും. കാരണം എന്നോട് കൃത്യമായിട്ട് ഇത് കാണിച്ചിട്ടില്ല എന്നുള്ള പേരിൽ മാതാവിനെ അംഗീകരിക്കാത്ത മകളുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും മാതാവിൻ്റെ ഒരു അവസ്ഥ കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. പക്ഷെ ഇവർക്ക് അത്രമാത്രം സങ്കടമില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ എന്നെ പണ്ടത്ര കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അറിഞ്ഞതോട് മാതാവ് കൂടുതൽ സങ്കടമായി. കാരണം എന്താ, അപ്പോൾ ആ സംഭവം തന്നെ അവർക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ചെറിയ ചെറിയ ഒബ്സർവേഷൻ മക്കൾ നടത്തിയിട്ടില്ലെങ്കിൽ അത് അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് മാറും. ഉദാഹരണത്തിന് ഇതിൻ്റെ കാരണം നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇപ്പോൾ സ്ത്രീകളിലും കുട്ടികളിലാണെങ്കിൽ, ഇപ്പം ബോയ്സിലും ഗേൾസിലാണെങ്കിൽ സൗണ്ട് ചേഞ്ച് ചെയ്യും. അതായത് പണ്ട് നല്ലോണം സംസാരിച്ചിരുന്ന കുട്ടികൾ കുറച്ച് റഫാവാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉമ്മമാരോടാണ്, അല്ലെ അമ്മമാരോടാണ്. അവർക്ക് ആക്സസ് ആയിട്ടുള്ള അതാണല്ലോ. പിന്നീട് അവരെ രീതികൾ മാറാൻ തുടങ്ങും. ഇപ്പോൾ ബാഗ് ഔട്ട് ഇട്ട് വെച്ച് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അനിയന്മാരെ അല്ല അനിയത്തിമാരെ എന്ത് ചെയ്യുക, പാരൻസിൻ്റെ മുന്നിൽ തന്നെ അറ്റാക്ക് ചെയ്യുക. അതൊക്കെ കാണാതായിരിക്കും പിന്നീട് പബ്ലിക്കായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രൂപം. അപ്പോൾ ഇമോഷണൽ അവിടെ തീർക്കണം. അത്രയും വെറുപ്പ് ഇന്റേണലായിട്ട് സമ്പാദിക്കുകയാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ അത് കെയർ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ വളരെ എളുപ്പം മാറ്റിയെടുക്കും. കാരണം ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താണ്, ഇന്നത്തെ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലിയാണ്. കാരണം 1-2 കുട്ടികളെ മാക്സിമം ഉണ്ടാവും. അത് നല്ല ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുന്നത് ആരാണ്, സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആയിരിക്കും. എത്രയോ ദൂരത്തുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. അത് സ്കൂൾ ഫ്രണ്ട് സർക്കിൾ തീരെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, പണ്ട് കാലങ്ങളിൽ രൂപമല്ലല്ലോ സ്കൂള്. ആ ക്ലാസ് സ്ട്രിക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലാണ് വരിക. അതിൻ്റെ ഇടയിൽ യാതൊരുവിധ ഫ്രണ്ട് സർക്കിളും തീരെയില്ല. അപ്പോൾ ഈ രൂപത്തിൽ അവർക്ക് ഈ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനോ എല്ലാവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള രൂപത്തിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ നടക്കണില്ല. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, വീടുകളിൽ അവരെ ജോലികൾ ഏൽപ്പിക്കുന്നതിന് പകരം ചില പാരൻസ് എന്ത് ചെയ്യാറുണ്ട്, ജോലികൾ കൊടുക്കാറുണ്ട്, അത് ചെയ്യുക. പക്ഷെ ജോലികൾ കൊടുക്കുന്നതിന് പകരം റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അതായത് ഇന്ന കാര്യം ചെയ്യേണ്ടത് മകളുടെ ചുമതലയാണ്, ഇന്ന കാര്യം ചെയ്യേണ്ടത് മകൻ്റെ ചുമതലയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, സ്റ്റാർട്ടിംഗ് ഒക്കെ അവർക്ക് പ്രയാസമായിരിക്കും. പക്ഷെ അതിൻ്റെ അവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ തോന്നും, ഞാൻ ജീവിതത്തിൽ വിജയം വരുന്നുണ്ട്, അല്ല എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ല എൻ്റെ പാരൻസ് എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഞാനൊരു എന്താണ് എന്നെക്കൊണ്ട് കേപ്പബിളാണ്. നേരെ നെഗറ്റീവാണ് എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും, കേവലം പഠനം മാത്രമല്ല ഓൾ ഓവർ ദ ആക്ടിവിറ്റീസിൽ നിന്നും കോർണറൈസ് ചെയ്യപ്പെടും, എല്ലാ കാര്യത്തിൽ നിന്നും. അപ്പം ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോഴത്തെ പുതിയ റിസർച്ച് അനുസരിച്ച് ഓവർ ടൈം സ്ക്രീൻ നോക്കുന്നവർക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ഗ്രേ മാറ്ററിൻ്റെ വോളിയം തിക്നെസ് കുറയുന്നതായിട്ട് റിസർച്ച് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തലച്ചോറിൻ്റെ തിങ്കിങ് പാർട്ടാണ് ഇതാണ്, ബിഹേവിയറിലും ടോട്ടലും കെയർ ചെയ്യേണ്ട പാർട്ടാണ് ഗ്രേ മാറ്റർ. അപ്പം അതിൻ്റെ ഈ പറഞ്ഞ വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ എല്ലാ ബിഹേവിയറും ചേഞ്ചസ് കണ്ടുവരും. നമ്മുടെ മക്കളിലും നമ്മളിൽ തന്നെ എടുത്ത് നോക്കിയേ, നമ്മൾ ഓവറായിട്ട് സ്ക്രീൻ ടൈം ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിയേ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിയേ, നമുക്ക് പണ്ടത്തെ പോലെ കാര്യങ്ങൾ ചിന്തിക്കാനും പണ്ടത്തെ പോലെയുള്ള കാര്യങ്ങൾ പെരുമാറാനും നമുക്ക് കഴിയാറുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിലും അത് ചേഞ്ചസ് വരുത്തേണ്ടതാണ്. ഇനി കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡായിട്ട് ഇതിൻ്റെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൻ്റെ കാരണം ഫീമെയിൽ കുട്ടികൾ കണ്ടുവരുന്നത് ചെറുതായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജാണ്. ആ കുട്ടികൾക്ക് ദേഷ്യവും ഇമോഷനും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബോയ്സിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് രാത്രി കാലങ്ങളുണ്ടാകുന്ന പനി കാരണം ബോഡി വീക്കാവുന്ന ഒരു പ്രശ്നമാണ്. ഈ 2 കാര്യങ്ങളാണ് കുട്ടികൾക്ക്. ഇതിന് നമുക്ക് ഏറ്റവും പ്രതിവിധിയായിട്ട്
ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബോഡിയുടെ എനർജി അല്ലെ അതുപോലെ ബോഡി ഹെൽത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം വാൾനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കൂടുതലായിട്ടും ഡ്രൈ ഫ്രൂട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. വാൾനട്ടും അതുപോലെ തന്നെ പിന്നെ ബദാമും തേനിലിട്ട് കൊടുക്കുന്നത് നല്ലൊരു ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. ഡയറ്ററി പ്രോഡക്റ്റ് പരമാവധി ഒഴിവാക്കുക. അതിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ്, അതോടൊപ്പം തന്നെ നല്ല ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, നല്ല ബ്രെയിൻ ഗ്രോത്ത് കണ്ടുവരാറുണ്ട്. വാൽനട്ട് നല്ല എഫക്റ്റീവാണ്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ എഫക്റ്റീവുള്ളതാണ്. അതുപോലെ കഫിൻ്റെ പ്രൊട്ടക്ഷൻ, കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ചുക്ക് ചേർക്കുന്നത് അഥവാ ഡ്രൈ ജിഞ്ചർ ചേർക്കുന്നത് വളരെ ഫലപ്രദമാണ്. നമ്മളുടെ സമ്പത്താണ് നമ്മുടെ മക്കൾ. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞാൽ ആ ഫാമിലി എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടാണ് തൊട്ടടുത്ത ദിവസം വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളോട് നമ്മൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനും എൻ്റെ ഒരു അനുഭവം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതുപോലെ ബന്ധപ്പെട്ട മറ്റു വിഷയമായിട്ട് കാണാം. നന്ദി.